സങ്കീർത്തനം 42:1-2. നീർച്ചാൽ തേടുന്ന മാൻപേടയെ പോലെ ദൈവമേ, എന്റെ ഹൃദയം അങ്ങയെ തേടുന്നു. എന്റെ ഹൃദയം ദൈവത്തിനായി ദാഹിക്കുന്നു, ജീവിക്കുന്ന ദൈവത്തിന് വേണ്ടി. ദൈവത്തെ തൊടാൻ, ഈശോയെ തൊടാൻ ഒരു ദാഹവും കൊതിയും നമുക്കുണ്ടാകണം. ജീവിക്കുന്ന ദൈവത്തിന് വേണ്ടി ഉള്ളൊരു ദാഹം നമ്മുടെ ഹൃദയങ്ങളിൽ ഉണ്ടാകണം. എന്റെ ഈശോയെ കാണണം, ഈശോയുടെ കൂടെ ഇരിക്കണം, ഈശോയെ എനിക്ക് സ്പർശിക്കണം, ഈശോയെ കൂടുതലായിട്ട് പ്രാർത്ഥനയിലൂടെ അറിയണം. അങ്ങനെ കൂടുതൽ ആത്മീയതയുടെ ആഴങ്ങളിലേക്ക് യാത്രയാകണം എന്നുള്ളൊരു കൊതി നമുക്കുണ്ടാവണം. ലൂക്ക 8:40-48. ലൂക്ക 8:40-48. അവിടെ നമ്മൾ കാണുന്നത് രക്തസ്രാവക്കാരി സ്ത്രീയെ നമ്മൾ അവിടെ കാണുന്നുണ്ട്. ഇതുപോലെ ഒരു കൂട്ടത്തിന് നടുവിലൂടെ ഈശോ ഇങ്ങനെ യാത്രയാവുകയാണ്. അപ്പൊ അവളുടെ മനസ്സിൽ ഒറ്റ ചിന്തയുള്ളൂ. ഞാൻ പറഞ്ഞ ചിന്തയാണ്, ഈശോയെ സ്പർശിക്കണം, ഈശോയെ കാണണം, ഈശോയെ അറിയണം. ഈശോയെ കാണണം, ഈശോയെ സ്പർശിക്കണം, ഈശോയെ അറിയണം. എന്താണ് അവളുടെ ചിന്ത? ഈശോയെ കാണണം, ഈശോയെ സ്പർശിക്കണം, ഈശോയെ അറിയണം. മറന്നു പോകരുത് കേട്ടോ. വളരെ വ്യക്തമായിട്ട് അച്ഛൻ പറയുന്നത് ഈശോയെ കാണണം, ഈശോയെ സ്പർശിക്കണം, ഈശോയെ അറിയണം. ആ ഒരു ചിന്തയോട് കൂടെയാണ് ആ രക്തസ്രാവക്കാരി സ്ത്രീ ആ ജനങ്ങളുടെ ഇടയിൽ ഇങ്ങനെ നിൽക്കുക. അവളുടെ രോഗം എന്തായിരുന്നു? ചോദ്യത്തിൽ തന്നെ ഉത്തരവുണ്ട്. എന്താ രോഗം എന്തായിരുന്നു? ആ രക്തസ്രാവം പിടിപെട്ട സ്ത്രീയാണ്. അങ്ങനെ ഈശോ ആ ജനമധ്യത്തിലൂടെ കടന്നു പോകുമ്പോ അവൾ ഈ ആഗ്രഹമായിട്ട് അങ്ങനെ ചെല്ലുകയാണ്. നമ്മള് ഈ ചോസൻ എന്ന് പറയുന്ന ഒരു പുതിയൊരു സീരീസ് ഉണ്ട് ഈശോയുടെ ജീവിതത്തെ ആസ്പദമാക്കിയിട്ട്. അപ്പോ ഈ യഹൂദ സാഹചര്യം അനുസരിച്ച്, സിറ്റുവേഷൻ അനുസരിച്ച് ഒരു സ്ത്രീ രക്തസ്രാവക്കാരിയാണെങ്കിൽ അശുദ്ധയാണ്. സമൂഹ മധ്യത്തിൽ അവൾക്ക് ഇറങ്ങി നടക്കാൻ പാടില്ല. ഇനി അവള് ഏതെങ്കിലും യഹൂദൻ പുരുഷനെയോ സ്ത്രീയെയോ ഒക്കെ സ്പർശിച്ചു കഴിഞ്ഞാല് അവർക്ക് സിനഗോഗിലൊന്നും പ്രവേശിക്കാൻ പറ്റത്തില്ല, അവർക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ അതുകൊണ്ട് ഈ രക്തസ്രാവം പിടിപെട്ട വ്യക്തികൾ അങ്ങനെ സമൂഹ മധ്യത്തിൽ ഇറങ്ങി നടക്കാറില്ല. അപ്പോഴാണ് ഈശോ ആ വഴി പോകുമ്പോ രക്തസ്രാവക്കാരി സ്ത്രീ പരിപൂർണമായിട്ട് വിശ്വസിക്കുകയാണ്, ഈശോയെ തൊട്ട് കഴിഞ്ഞാൽ എന്ത് കിട്ടും? സൗഖ്യം കിട്ടും. അവളിങ്ങനെ ചെല്ലാണ് ഈശോയെ തൊടാൻ വേണ്ടിയിട്ട്. അപ്പൊ ആളുകൾ പറയണം, നീ അശുദ്ധയല്ലേ, നീ മാറി നിൽക്ക്, ഗുരുവിനെ നീ തൊടല്ലേ, ഈശോയെ നീ തൊടല്ലേ എന്നൊക്കെ പറഞ്ഞ് അവളെങ്ങനെ തള്ളി മാറ്റാണ്. അവള് പാവപ്പെട്ടവള്, അവൾക്ക് 100% വിശ്വാസം ഉണ്ടെന്ന് ഈശോയെ തൊട്ട് കഴിഞ്ഞാൽ സൗഖ്യം കിട്ടുമെന്ന്. അവൾ അതെല്ലാം തട്ടി മാറ്റിക്കൊണ്ട് പലരും പലതും പറയും. നമ്മുടെ ജീവിത വഴികളിലും പലരും പലതും പറയും. ഇപ്പൊ നിങ്ങളുടെ വീട്ടിലൊക്കെ ആരെങ്കിലും കുറെ നേരമൊക്കെ ഇരുന്ന് ബൈബിള് വായിക്കുമ്പോ, അല്ലെങ്കിൽ കുറെ ജപമാലയൊക്കെ ചൊല്ലുമ്പോ, എല്ലാ ദിവസവും പള്ളിയിൽ പോകുമ്പോ കുറെ പേര്, അയ്യോ നീ എന്തിനാണ് ഇങ്ങനെയൊക്കെ പ്രാർത്ഥിക്കുന്നത്, വല്ല കാര്യമുണ്ടോ, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് ചിലപ്പോ നമ്മളെ കളിയാക്കും. പക്ഷെ അവർക്കറിയില്ലല്ലോ, ഈശോയുടെ പ്രാർത്ഥിക്കുമ്പോ, ഈശോയെ ആരാധിക്കുമ്പോ, ഈശോയെ മഹത്വപ്പെടുത്തുമ്പോ, വചനം വായിക്കുമ്പോ, ആരാധിക്കുമ്പോ നമ്മുടെ ഹൃദയത്തിലുണ്ടാകുന്ന സന്തോഷം, ഈശോയെ തൊട്ട് കഴിയുമ്പോ നമുക്ക് ലഭിക്കുന്ന സൗഖ്യം അവർക്കറിയോ?